ആലിപ്പറമ്പിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകളിൽ കുഴിയെടുത്തത് റോഡ് തകർച്ചയ്ക്ക് കാരണമായി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഇതുവരെയും പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണ ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതി പൈപ്പുകൾ സ്ഥാപിക്കാൻ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ റോഡുകൾ വെട്ടിപ്പൊളിച്ച് കുഴികൾ എടുത്തിട്ട് വർഷങ്ങളായി. ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന റോഡ് പുനരുദ്ധാരണം നടത്താത്ത ജല അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തി. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജല അതോറിറ്റി പെരിന്തൽമണ്ണ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. ആനമങ്ങാട് യൂത്ത് ലീഗ് പ്രസിഡന്റ് നജ്മുദ്ദീൻ ആനമങ്ങാട്, സെക്രട്ടറി ഷാഹിദ് അലി, മുഹമ്മദ് ഷിയാസ്, ഷാഫി ചുങ്കത്ത്, ജുബൈർ സൽമാൻ, സജീർ പള്ളിക്കുന്ന്, നിയാസ്, അമാനുള്ള, അജ്മൽ PC എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധിച്ചത്. ജൽജീവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായി തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ള ആവശ്യമായി ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഈ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഈ മാസം മെയ് 8-ാം തീയതി മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നും എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കാമെന്നുള്ള ഉറപ്പ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നു. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് ഈ സമരം ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ യാത്രാക്ലേശം പരിഹരിച്ച് റോഡുകളെ പുനരുദ്ധാരണം നടത്തി ഈ അടുത്ത കാലവർഷം ആവുന്നതിന് കഴിഞ്ഞ 2 വർഷം ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി ഇത് വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്നുള്ള രീതിയിൽ യൂത്ത് ലീഗിന് ഇത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ തുടർ സമരങ്ങളുമായിട്ട് യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. പഞ്ചായത്തിലെ വിവിധ റോഡുകൾ 2 വർഷമായി തകർന്നു കിടക്കുകയാണ്. പുതിയ ടെൻഡർ പ്രകാരം റോഡുകളുടെ പ്രവൃത്തികളടക്കം ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിച്ച പണി പൂർത്തീകരിക്കാതെ നീണ്ടുപോവുകയാണ്. തിങ്കളാഴ്ച മുതൽ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയതായി യൂത്ത് ലീഗ് പ്രവർത്തകർ അറിയിച്ചു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.